بسم الله الرحمن الرحيم وقل جاء الحق وزهق الباطل إن الباطل كان زهوقا وقل جاء الحق وزهق الباطل إن الباطل كان زهوقا وننزل من القرآن ما هو شفاء ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ട ഇറക്കപ്പെട്ട ഖുർആൻ ശിഫയുടെ ഗ്രന്ഥമാണ്, ശിഫയുടെ ഗ്രന്ഥമാണ്. വഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ശിഫയുടെ ഗ്രന്ഥം മാത്രമല്ല, മുഅ്മിനീങ്ങളെ കരുണ വിഭാവനം ചെയ്യുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. കരുണ എടുത്തുപോയി. അതുകൊണ്ടല്ലേ ജന്മം നൽകിയ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പോലും വ്യഭിചരിക്കുന്ന കാലഘട്ടത്തിലേക്ക് ഇന്നത്തെ മക്കൾ മാറിയില്ലേ? കൊച്ചുകുട്ടികൾ 3-4 വയസ്സുള്ളതാകുന്നതായ കൊച്ചുകുട്ടികളെ പോലും ബലാത്കാരമായി, മൃഗീയമായ രീതിയിൽ, പൈശാചികമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത് കൊന്നുകളയാൻ ഇന്നത്തെ സാഹചര്യത്തിൽ കരുണയില്ലാത്തതാകുന്ന 30-40 60 വയസ്സെത്തിയതാകുന്ന ആളുകൾക്ക് പോയില്ലേ? എന്തുകൊണ്ട്? കരുണ മനസ്സിൽ നിന്ന് പോയി. സ്വന്തം വാപ്പ മരിച്ചു കിടക്കുന്ന പ്രിയപ്പെട്ട ഉപ്പയുടെ ജഡം ചേർത്ത് പിടിച്ചിട്ട് സെൽഫി എടുത്തുകൊണ്ട് ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന യുവാക്കൾ ഇന്ന് കടന്നു വന്നില്ലേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ലാ തുഅ്മിനൂ ഹത്താ തുറഹിമൂ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാകുകയില്ല നിങ്ങൾ കരുണ ചെയ്താലല്ലാതെ യഥാർത്ഥ വിശ്വാസികളാകുകയില്ല. ഉടനെ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, കുല്ലുനാ റഹീമുൻ യാ റസൂലല്ലാഹ്. ഉടനെ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് പറഞ്ഞു അത്രേ, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾ എല്ലാവരും കരുണ ചെയ്യുന്നവരാണ്, ഞങ്ങൾ പരസ്പരം കരുണ ചെയ്യുന്നവരാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ സഹാബത്തിനെ തിരുത്തി കൊടുക്കുകയാണ്, ലൈസ ബിറഹ്മതി അഹദികും, നിങ്ങൾക്കിടയിലുള്ള പരസ്പര കരുണയെ കുറിച്ചല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്, വലാകിൻ റഹ്മത്തുൽ ആമ്മാ, ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളോടും കരുണ ചെയ്യണേ, കരുണ ചെയ്യണേ. അവൻ മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ, അവൻ വിശ്വാസിയാകട്ടെ നിരീശ്വരവാദിയാകട്ടെ, മതമുള്ളവനാകട്ടെ മതമില്ലാത്തതാകട്ടെ, മതാന്തത ബാധിച്ചവനാകട്ടെ, അവൻ മനുഷ്യനാണോ മനുഷ്യത്വത്തിന് പരിഗണന വെച്ചുകൊണ്ട് പരിഗണിക്കണേ, കരുണ ചൊരിയണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. എങ്കിലേ നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാകുകയുള്ളൂ. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് ഖുർആൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ ഫസ്തമിഉ ലഹു, ആ ഖുർആനിലേക്ക് കർണമുടം സാഗൂതം ശ്രദ്ധ ചെലുത്തണേ, വഅൻസിതു, ശ്രദ്ധിച്ച് കേൾക്കണേ, അതോടൊപ്പം സംസാരം ഉപേക്ഷിക്കണേ. എന്തിനാണ്? ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് തീർച്ചയായും അല്ലാഹു കരുണ നൽകുന്നതാണ്. فإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون. ഖുർആൻ
ഖുർആൻ ഓതപ്പെട്ടാൽ നിങ്ങൾ കർണമുടം സാഗൂതം ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് കേൾക്കണേ കേൾക്കണേ, ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് തീർച്ചയായും അല്ലാഹു കരുണ ചൊരിയുമേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, യുദ്ഫഉ അൻ മുസ്തമിൽ ഖുർആനി ബൽ വദ്ദുനിയാ വഅൻ താലിൽ ഖുർആനി ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ ആരൊരുവനെ കേൾക്കുന്നുണ്ടോ ദുനിയാവിലെ ബലാ മുസീബത്തുകളെ തൊട്ട് കാവലാണ് കാവലാണ്. വഅൻ താലിൽ ഖുർആനി ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരുണ്ടോ പാരായണം ചെയ്യുന്നവരുണ്ടോ ആഖിറത്തിലെ ബലാ മുസീബത്തുകളെ തൊട്ട് കാവലാണ് കാവലാണ്. ഖുർആൻ വീട്ടിലുള്ള സഹോദര, വീട്ടിലുള്ള സഹോദര സഹോദരി, ആ ഖുർആൻ എടുത്തൊന്ന് കയ്യിലെടുത്ത് കിബിലക്ക് അഭിമുഖമായി വധുവെടുത്തിരുന്നു കൊണ്ട് ഓതണേ ഓതണേ, ആഖിറത്തിലെ ബലാ മുസീബത്തുകളെ തൊട്ട് കാവലാണ് കാവലാണ്. ഇന്ന് എത്രയോ ആപ്ലിക്കേഷനുകൾ കടന്നു വന്നുപോയി, മൊബൈൽ ഫോണുകൾ ഇന്ന് എത്രയോ കടന്നിട്ടുണ്ട്. ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉള്ളവരില്ലയോ, ആപ്പിൾ സ്റ്റോർ വഴി എത്രയോ എത്രയോ നല്ല ആപ്പിളുകൾ, എത്രയോ നല്ലതായ ആശയങ്ങൾ കേൾക്കാൻ സൗകര്യമുള്ളതായ സമയമാണ്, സന്ദർഭമാണ്. അതെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് കഴിയുന്നതായ സഹോദര സഹോദരി, സിനിമാ പാട്ടുകളും സിനിമാ ഗാനങ്ങളും മൊബൈലിലേക്ക് നിറച്ചുകൊണ്ട് തന്റെ ചെവിയിലേക്ക് ഹെഡ്സെറ്റ് കുത്തിക്കൊണ്ട് ഉറങ്ങുന്ന സമൂഹമേ, എവിടെയാണ് നീ എത്തിച്ചേരുക? ആഖിബത്ത് മോശമാണ് മോശമാണ്. യുദ്ഫഉ അൻ മുസ്തമിൽ ഖുർആനി ബൽ വദ്ദുനിയാ വഅൻ താലിൽ ഖുർആനി ബൽ വൽ ആഖിറ. പരിശുദ്ധമായ ഖുർആൻ ആരവൻ കേൾക്കാൻ തയ്യാറാകുന്നുണ്ടോ ദുനിയാവിലെ ബലാ മുസീബത്തുകളെ തൊട്ട് കാവലാണ് കാവലാണ്. ഖുർആൻ ആരവൻ പാരായണം ചെയ്യുന്നുണ്ടോ ആ പാരായണം ചെയ്യപ്പെടുന്നവന് ആഖിറത്തിലെ ബലാ മുസീബത്തുകളെ തൊട്ട് കാവലാണ് കാവലാണ്. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. അല്ലയോ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, നിങ്ങൾക്കിതാ അല്ലാഹു നോമ്പിനെ നിർബന്ധമാക്കുകയാണ്. മുൻകഴിഞ്ഞതായ ആളുകൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കിതാ നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുകയാണ്. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. أحل لكم ليلة الصيام الرفث إلى نسائكم هن لباس لكم وأنتم لباس لهن. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ചുള്ള ചർച്ച കൊണ്ടുവന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന ഹാദിൽ ഖുലൂബ തസ്തഉ കമാ യസ്തഉൽ ഹദീദ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സ്വഹാബാ സ്വഹാബാ ഇന്ന ഹാദിൽ ഖുലൂബ തസ്തഉ കമാ യസ്തഉൽ ഹദീദ്. ഇരുമ്പുകൾക്ക് ക്ലാവ് പിടിക്കുന്നത് പോലെ, ഇരുമ്പുകൾക്ക് തുരുമ്പ് പിടിക്കുന്നത് പോലെ മനുഷ്യന്റെ ഹൃദയത്തിന് കറ പിടിക്കും സാബ, മനുഷ്യന്റെ ഹൃദയങ്ങൾക്ക് കറ പിടിക്കും സാബ. ഉടനെ സാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്, വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്. നബിയേ നബിയേ, ഈ ഹൃദയത്തിന്റെ കറയൊന്ന് മാറ്റി ഹൃദയത്തെ ഒന്ന് സ്ഫുടം ചെയ്യാനുള്ള മാർഗമേതാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ഉടനെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഹൃദയത്തെ ശുദ്ധി വരുത്താൻ കഴിയുക. ഒന്ന് ദിക്റുൽ മൗത്ത് വ തിലാവത്തുൽ ഖുർആൻ.
പരിശുദ്ധമായ ഖുർആൻ ഓതലാണ്, ദിക്റുൽ മൗത്താണ്, മരണത്തെ കുറിച്ചുള്ള സ്മരണയാണ്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കഴിയുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم إن الله كان عفوا غفورا. നിങ്ങളുടെ മുറിവ് പറ്റിയതായ അവയവത്തിൽ വെള്ളം കൊണ്ട് ശൗചം ചെയ്യാൻ പ്രയാസമാണെങ്കിൽ നിങ്ങൾ മണ്ണുകൊണ്ട് തയമ്മം ചെയ്ത് നിസ്കരിച്ചാൽ മതിയെന്ന് പരിശുദ്ധ ഖുർആൻ. കാരണം നീ രോഗിയായ നിന്റെ മേൽ അല്ലാഹു കരുണ ചൊരിയുകയാണ്, കരുണയുടെ കവാടം തുറന്നു നൽകുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കരുണാമയനും കരുണാവാരിധിയുമാകുന്ന പടച്ചറപ്പ് പരിശുദ്ധമായ ഖുർആനിലൂടെ ലോകർക്ക് മുഴുവനും പഠിപ്പിച്ചു നൽകുകയാണ്. മുസ്ലിമീങ്ങളിൽപ്പെട്ടതായ സമൂഹമേ, നീ രോഗിയാണെങ്കിൽ നിനക്ക് തയമ്മം ചെയ്ത് നമസ്കരിക്കാം, നീ ഒന്നുവെടുത്ത് പ്രയാസപ്പെടേണ്ടതില്ല. يا أيها المزمل قم الليل إلا قليلا نصفه أو ينقص منه قليلا أو زد عليه ورتل القرآن ترتيلا. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുസമ്മിലിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ, അല്ലയോ പുതപ്പെട്ട് മൂടിക്കിടക്കുന്ന പ്രവാചകരെ, ഖുമിൽ ലൈല ഇല്ലാ ഖലീല, തങ്ങൾ എഴുന്നേൽക്കണേ, നമസ്കരിക്കണേ. إن ربك يعلم أنك تقوم أدنى من ثلثي الليل ونصفه وثلثه وطائفة من الذين معك والله يقدر الليل والنهار علم أن لا تحصوه فتاب عليكم فاقرؤوا ما تيسر من القرآن علم أن سيكون منكم مرضى പിന്നീട് നിങ്ങളെ രോഗികളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതാ നിങ്ങളുടെ പേരുള്ള വുജൂബിയത്തിനെ നാം എടുത്തു കളയുകയാണ്. തഹജ്ജുദ് നിങ്ങൾക്കിനി വാജിബില്ല, നിർബന്ധമായ ഘടകമല്ല, അത് സുന്നത്താണ്. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على സഫർ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. റമളാൻ മാസം നിങ്ങൾ എത്തിച്ചാൽ ആ റമളാനിൽ നോമ്പ് പിടിക്കണേ, നിർബന്ധമാണെന്ന് പറഞ്ഞ ഖുർആൻ തൊട്ടുടനെ പറയുകയാണ്. വമൻ കാന മിൻകും മരീള, നിങ്ങളിൽ ആരെങ്കിലും രോഗികളായാൽ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ, പ്രയാസപ്പെടേണ്ടതില്ല, നിങ്ങൾക്ക് നോമ്പ് പിന്നീട് പിടിച്ചു വീട്ടിയാൽ മതി. അഥവാ മുസ്ലിമീങ്ങൾ രോഗികളുണ്ടോ, മുഅ്മിനേ മുഅ്മിനത്തെ, നിനക്കിതാ അല്ലാഹു കരുണ ചെയ്യുകയാണ്. ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് ലോകത്തിന്റെ നായകനോട് പറയുകയാണ്, ഇന്നലി ബാസൂറുൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ബാസൂറിന്റെ അസുഖമുണ്ട്, മൂലക്കുരുവിന്റെ അസുഖമുണ്ട് നബിയേ, എനിക്ക് നിസ്കരിക്കാൻ പ്രയാസമാണെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത് എന്തെന്നറിയുമോ? നിനക്ക് നിസ്കരിക്കാൻ പ്രയാസമാണെങ്കിൽ ഇരുന്ന് നമസ്കരിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫഇല്ലം തസ്തതി, നിനക്ക് ഇരുന്ന് നമസ്കരിക്കാൻ പ്രയാസമാണ് എങ്കിൽ ഫഅലാ ജംബിൻ, നിന്റെ ഖിബിലക്ക് അഭിമുഖമായി വലതുവശം ചെരിഞ്ഞിട്ട് നിന്റെ പാർശ്വത്തിന്റെ മേൽ കടന്നുകൊണ്ട് നിസ്കാരം നിർവഹിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നിന്ന് നമസ്കരിക്കാൻ പ്രയാസമായ അനുയായിയുടെ മേൽ ഇസ്ലാം കരുണയുടെ വാതിൽ തുറക്കുകയാണ്. നിന്ന് നമസ്കരിക്കാൻ
നമസ്കരിച്ചുകൊണ്ട് നീ പ്രയാസപ്പെടേണ്ടതില്ല. നീ രോഗിയാണ്, രോഗിയാ. അതുകൊണ്ട് ഇരുന്ന് നമസ്കരിച്ചാൽ മതിയേ. ഇരുന്ന് നമസ്കരിക്കാനും നിനക്ക് പ്രയാസമാണെങ്കിൽ വലതുവശം ഖിബ്ലക്ക് അഭിമുഖമായി ചെരിഞ്ഞ് കടന്നുകൊണ്ട് നിസ്കരിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. വഅതിമ്മുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ് وأتموا الحج والعمرة لله فإن أحصرتم فما استيسر من الهدي ولا تحلقوا رؤوسكم حتى يبلغ الهدي محلا فمن كان منكم مريضا أو به عظم من رأسه ففدية من صيام أو صدقة പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, ഹജ്ജും ഉംറയും നിർവഹിക്കണേ, ഹജ്ജും ഉംറയും പൂർത്തീകരിക്കണേ എന്ന് ഖുർആനിലൂടെ അല്ലാഹു വിളംബരം ചെയ്യുകയാണ്. എന്നിട്ട് ഖുർആൻ തന്നെ പറയുകയാണ്, ഫമൻ കാന മിൻകും മരീദാ ഔ ബിഹി അദം മിൻ റഅസിഹി, നിങ്ങളിൽ ആരെങ്കിലും രോഗികളായാൽ, രോഗാതുരമായ അവസ്ഥയിലേക്ക് എത്തിയാൽ ഫഫിദിയത്തും മിൻ സിയാം ഔ സദഖത്തിൻ ഔ നുസുക്, എന്തെങ്കിലും പ്രായശ്ചിത്തം കൊടുത്തുകൊണ്ട് നിങ്ങൾ ആ ഹജ്ജിന്റെ അമലിൽ നിന്ന് തഹല്ലുലാകണേ, ഒഴിവാകണേ. ഇഹ്റാം ചെയ്ത് ഫ്ലൈറ്റ് കയറിയ മനുഷ്യനാണ്, ഹജ്ജിന് വേണ്ടി നാട്ടുകാരോട് മുഴുവൻ യാത്ര പറഞ്ഞ മനുഷ്യനാണ്. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ അറ്റാക്ക് വന്നുപോയി, പ്രയാസമാണ്. ഇനി അവന്റെ ഹജ്ജിന്റെ അമലുകൾ പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. രോഗാതുരമാകുന്ന അവസ്ഥയിലേക്ക് എത്തിയ മനുഷ്യ, നീ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും സ്വതക്ക നൽകിയിട്ട് ഹജ്ജിന്റെ അമലിൽ നിന്ന് ഒഴിവാകണേ എന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് നിനക്ക് അല്ലാഹുവും അവന്റെ റസൂലും വിധിച്ചത് നീ രോഗിയായത് കൊണ്ടാണ്. രോഗിയായതിന്റെ പേരിലാണ് നിനക്ക് കാരുണ്യം നൽകുന്നത്. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തിയത്, ഇർഹമൂ മൻ ഫിൽ അർദ് യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യണേ, ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യണേ. ആകാശത്തിന്റെ അധിപൻ നിങ്ങൾക്ക് കരുണയുടെ കവാടം തുറന്നു നൽകുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തഖല്ലഖൂ ബിഅഖ്ലാഖിർ റഹ്മാൻ. കാരുണ്യവാനായ പടച്ചിറപ്പിന്റെ കരുണ എന്ന വിശേഷണം കൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ വിശേഷമുള്ളവരാകണേ. അല്ലാഹു കരുണാമയനാണ്, അല്ലാഹു കരുണാവാരിധിയാ. അവന്റെ സൃഷ്ടികൾക്ക് മുഴുവനും കരുണ ചുരിഞ്ഞതായ വ്യക്തിത്വമാണ് ഹബീബായ റസൂലുള്ളാഹി. ആ പ്രവാചകര് നമ്മളോട് പറയുകയാണ്, തഖല്ലഖൂ ബിഅഖ്ലാഖിർ റഹ്മാൻ. റഹ്മാനായ പടച്ചിറപ്പിന്റെ കരുണ എന്ന വിശേഷണം കൊണ്ട് നിങ്ങൾ വിശേഷണമുള്ളവരാകണമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദാവൂ മർളാകും ബിസ്സദഖ. നിങ്ങളുള്ള രോഗികൾക്ക് നിങ്ങൾ സ്വതക്ക നൽകേണ്ടത്, രോഗികൾക്ക് ചികിത്സ നടത്തേണ്ടത് സ്വതക്ക നൽകിയിട്ടാണ്, പണം നൽകിയിട്ടാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ദാവൂ മർളാകും ബിസ്സദഖ. നിങ്ങളിലുള്ള രോഗികൾക്ക് നിങ്ങൾ ചികിത്സ നടത്തേണ്ടത് ആപ്പിളും ഓറഞ്ചും മുന്തിരിയൊന്നും കൊടുത്തിട്ടല്ല, വേണ്ടെന്നല്ല, അതൊക്കെ നൽകിക്കോ. ഷുഗർ പിടിച്ച് ജാഗറായി കിടക്കാണ്, അവൻ്റെ അടുത്ത് ആപ്പിളും ഓറഞ്ചും തേനുമായിട്ട് എന്നിട്ട് എന്താ കാര്യം? അപ്പൊ എഴുന്നേക്ക് ഉരുമാളി പോവാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമാണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, മൻ ശരിബൽ മാഅ ഖായിമാ ഇബ്തലാഹുല്ലാഹു ബിബലാഇല്ലാ ദവാഅലാ. കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ശ്രദ്ധിക്കണേ. സ്നേഹത്തോടുകൂടി കുമ്മനം ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുതേ, കുടിക്കരുതേ. അല്ലാഹുവിന്റെ റസൂലിന്റെ വചനമാണ്, മൻ ശരിബൽ മാഅ ഖായിമാ. ആരൊരുവൻ നിന്നുകൊണ്ട് ഭക്ഷണം കുടിക്കുന്നുവോ, നിന്നുകൊണ്ട് പാനം ചെയ്യുന്നുവോ, ഇബ്തലാഹുല്ലാഹു ബിബലാഇൻ ലാ ദവാഅലാ. മരുന്നില്ലാത്ത രോഗം നൽകി അല്ലാഹുവിനെ പരീക്ഷിക്കുമേ. ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗത്തെ തൊട്ട് അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്.
നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരെ, പാനീയങ്ങൾ കുടിക്കുന്നവരെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ റസൂലിന്റെ വചനമാണ്, ഇബ്തലാഹുല്ലാഹു ബിബലാഇൻ ലാ ദവാ അലാ. മരുന്നില്ലാത്ത രോഗം കൊണ്ട് അല്ലാഹുവിനെ പരീക്ഷിക്കുമേ, അഥവാ മാറാവ്യാധികൾ കൊണ്ട് കടത്തുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഉസ്താദേ, എന്റെ പൊന്നുമോന് ക്യാൻസറാണ്, എന്റെ പൊന്നുമോന് 2 വയസ്സേയുള്ളൂ, 2 കിഡ്നിയും തകരാറിലാണ്. അവനെ ഞാൻ ആസ്റ്റർ മെഡിസിറ്റിയിൽ കൊണ്ടുപോയി, അവനെ ഞാൻ കിംസിൽ കൊണ്ടുപോയി, അവനെ ഞാൻ മിംസിൽ കൊണ്ടുപോയി എന്ന് വിഷമിച്ചുകൊണ്ട് പറയുന്നതായ രക്ഷകർത്താക്കളെ, പ്രിയപ്പെട്ട ഉമ്മ, നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് ജനിച്ചതായ സമയം മുതൽ ബിസ്മി ചൊല്ലാതെ പാല് കൊടുത്ത് വളർത്തിയതല്ലയോ? ബിസ്മി ചൊല്ലാതെ വെള്ളം കൊടുത്തില്ലയോ? ഇടത് കൈ കൊണ്ട് നീ കുടിപ്പിച്ചില്ലയോ? നീ അവരുടെ വായിലേക്ക് മുലഞ്ഞിട്ട് വെക്കുമ്പോ ബിസ്മി ചൊല്ലിക്കൊണ്ട് നൽകണേ ഉമ്മ. അതിലൂടെയാണ് മക്കള് സാലിഹീങ്ങളാകുന്നത്, അതിലൂടെ ബറക്കത്തുള്ള ആഹാരമാണ് മക്കൾക്ക് കിട്ടുന്നത്. 1ഉം 2ഉം വയസ്സെത്തിക്കൊണ്ട് എഴുന്നേറ്റ് നടക്കുന്ന പ്രിയപ്പെട്ട മക്കള് അവരെ ചാരത്ത് പിടിച്ചിരുത്തിയിട്ട്, മക്കളെ ഇരുന്ന് കുടിക്കുമോനെ, ബിസ്മി ചൊല്ല് പൊന്നുമോനെ എന്ന്. അവർക്ക് ബിസ്മി ചൊല്ലാൻ അറിയില്ല എങ്കിൽ നമ്മൾ ബിസ്മി ചൊല്ലി കൊടുത്തിട്ട് വലത് കൈ കൊണ്ട് വായിലേക്ക് വെള്ളം ചേർത്ത് വെച്ചിട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെ ഇരുത്തിക്കൊണ്ട് കുടിപ്പിക്കുന്നവരുണ്ടോ? ഇരുത്തിക്കൊണ്ട് കുടിപ്പിക്കുന്ന സഹോദരിമാരുണ്ടോ? സന്തോഷിക്കണേ, സന്തോഷിക്കണേ. ഒരു ബലാ മുസീബത്തും നിന്റെ മക്കൾക്ക് കടന്നു വരൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മനുഷ്യൻ ബുദ്ധിയുള്ളവനല്ലേ? എന്താ ബുദ്ധി നിന്റെ ബുദ്ധി കാണിക്കാത്തത്? ഇവിടെ യഥാർത്ഥ ബുദ്ധിമാനല്ലേ? നീയല്ലേ ആക്കിൽ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ? അല്ലാഹുവിന്റെ റസൂലിനോട് അനുയായികൾ ചോദിച്ചു, മന്നഅബദുൻ നാസി യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഏറ്റവും വലിയ ആരാധ്യനാരാണ്? ഏറ്റവും വലിയ ആബിദാരാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടി ഏതെന്നറിയുമോ? അൽ ആഖിലു, ബുദ്ധിയുള്ള മനുഷ്യനാണ്, ബുദ്ധിയുള്ളവനാണ്, വിവേകത്തോടുകൂടി പ്രവർത്തിക്കുന്നവനാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹജ്ജ ആദമു മാശിയാ മിനൽ ഹിന്ദി 40 ഹജ്ജ. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ മക്കയിലേക്ക്, പവിത്രമായ മക്കയിലേക്ക്, പുണ്യമാക്കപ്പെട്ട മക്കയിലേക്ക് ഇന്ത്യയിൽ നിന്ന് 40 പ്രാവശ്യം നടന്നുകൊണ്ട് ഹജ്ജ് ചെയ്തു അത്രേ. ഹജ്ജ ആദമു 40 ഹജ്ജ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, മൻ ഹയ്യൽ ലയാലിയൽ ഖംസ ദഖലൽ ജന്ന. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ആരൊരുവൻ 5 രാത്രികളെ ജീവസുറ്റതാക്കിയോ, ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിയോ, അവൻ തീർച്ചയായും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്നാമതായി പ്രവാചകൻ എണ്ണിയത് ലൈലത്തു തർവിയ, ദുൽഹിജ്ജ 8 രാവാണ്, രാവാണ്. വലൈലത്തു അറഫ, ദുൽഹിജ്ജ 9 രാവാണ്. വലൈലത്തു ഈദുൽ അദ്ഹ, ബലിപെരുന്നാളിന്റെ രാവാണ്. ദുൽഹിജ്ജ 10 രാവാണ്. ഈ 3 രാവും അടുപ്പിച്ച് വരുന്നതാണ്. ദുൽഹിജ്ജ മാസം 8, 9, 10. എന്തിനാ പറയുന്നത്? സ്ത്രീകളെ കൊണ്ട് ശ്രദ്ധിക്ക്, നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയും. സ്ത്രീകളാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കുക. ഇബാദത്ത് കൊണ്ട് കൂടുതൽ കർമ്മോത്സവരാണ് അവരാണ്. അല്ലാഹു നമ്മുടെ സ്ത്രീകൾക്കൊക്കെ, സഹോദരിമാർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് നസീബാക്കട്ടെ, അല്ലാഹു നസീബാക്കട്ടെ. 5 രാത്രി ശ്രദ്ധിക്കണേ, 5 രാത്രി ശ്രദ്ധിക്കണേ. ആ 5 രാത്രി ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിയാൽ സ്വർഗമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഇൽമാണി പറയുന്നത് ശ്രദ്ധിക്കണം. ഇൽമാൻ അതിൽ 3 രാത്രി പറഞ്ഞു. ഒന്ന് ദുൽഹിജ്ജ 8, മറ്റൊന്ന് ദുൽഹിജ്ജ 9 അറബി മാസം, മൂന്നാമത്തത് ദുൽഹിജ്ജ 10. അഥവാ ബലിപെരുന്നാളിന്റെ തലേ രാത്രി, അതിന്റെ മുമ്പത്തെ രാത്രി, അതിന്റെ മുമ്പത്തെ രാത്രി. അങ്ങനെ മനസ്സിലാക്കാം, പെട്ടെന്ന് പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ ദുൽഹിജ്ജ എന്ന് പറഞ്ഞാൽ തിരിയൂല. അതുകൊണ്ടാണ് വലിയ പെരുന്നാളിന്റെ തലേരാത്രി, അതിന്റെ തലേരാത്രി, അതിന്റെ തലേരാത്രി, അങ്ങനെ ആ 3 രാവുകൾ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.
നേരം വെളുക്കുന്നത് വരെ. നമ്മുടെ ദിവസം തുടങ്ങുന്ന അറബി കണക്കനുസരിച്ചപ്പോൾ മുതല മഗ്രിബ് മുതൽക്കാണ്. അപ്പൊ ആ സമയം മുതൽ പ്രഭാതം വരെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കൽ സ്വർഗ്ഗം ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ബാക്കിയുള്ള നിസ്കാരം നിസ്കരിച്ചില്ലല്ലോ സാറേ, എന്നാ പിന്നെ അങ്ങനെയല്ല. നിസ്കാരം കറക്റ്റ്, ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റ് ആയി. ഈ രാത്രി ഇബാദത്ത് കൊണ്ട് കൂടുതൽ നമ്മൾ എടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. തീർന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, ഈ 3 രാവുകൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠത അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്, വലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാനിന്റെ 15 രാവാണ്, അഥവാ ഈ വരുന്നതാകുന്ന തിങ്കളാഴ്ച രാവാണ്. ഈ പവിത്രമായ തിങ്കളാഴ്ച രാവ് സുബഹി വരെ ആരൊരുവൻ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിയോ, നമസ്കാരം ചിട്ടവെച്ചോ, നോമ്പ് കൃത്യമാക്കിയോ, പാവങ്ങളെ സഹായിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സദഖ ആ രാത്രിയിൽ ചെയ്തു കൊടുത്തിട്ടുണ്ടോ, ദഖലൽ ജന്ന, സ്വർഗ്ഗ പ്രവേശനത്തിന് കാരണമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. വലൈലത്തു ഈദുൽ ഫിത്ർ, ചെറിയ പെരുന്നാൾ രാവുമാണ്. ചെറിയ പെരുന്നാളിന്റെ തലേ ദിവസം ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അധിക ആളുകളും ശ്രദ്ധിക്കാത്ത രാവാണ്. മിക്കവരും സിനിമാ തിയേറ്ററിലേക്ക് പോകുന്ന രാവാണ്. മിക്കവരും ബീഫ് വാങ്ങാൻ പോകുന്ന രാവാണ്. മിക്കവരും ടെക്സ്റ്റൈൽസ് ഷോപ്പിലേക്ക് പർച്ചേസിന് വേണ്ടി ഇറങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ, പെരുന്നാളിന് രാവുകൾ ശ്രേഷ്ഠതയാണ്, ശ്രേഷ്ഠതയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ദുനിയാവിലും ഞങ്ങൾക്ക് നന്മ വേണം അല്ലാഹ്, ആഖിറത്തിൽ നന്മ ചൊരിയണേ അല്ലാഹ്, നരകത്തിലെ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. എന്റെ ഒരു അടിമയുടെ പ്രാർത്ഥന, ദുനിയാവും വേണം ആഖിറവും വേണം. അതിന് അല്പം സ്വല്പം സാമ്പത്തിക വിഷയമല്ല, അത് റബ്ബിനെ മറക്കാതെ ജീവിച്ചാൽ മതി. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകമടക്കി ഭരിച്ച ചക്രവർത്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകിയ അധികാരം ചെറുതല്ല, ചെറുതല്ല. വലി സുലൈമാന റീഹ സിഫാ വദുഹാ ശഗ്റു വറവാഹു ആശർ. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു കാറ്റിനെ അധീനപ്പെടുത്തിയില്ലയോ? ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കെട്ടിടം പണിക്കാരാകുന്ന ജിന്നുകളെ അല്ലാഹു അധീനപ്പെടുത്തിയില്ലയോ? വശയാതീന കുല്ല ബന്നാഇർ വഗവാസ്. കടലിന്റെ അടിയിലേക്ക് മുങ്ങിപ്പോയിട്ട് കടലിന്റെ അടിയിൽ ചെന്നുകൊണ്ട് പവിഴപ്പുറ്റുകൾ എടുത്തുകൊണ്ട് വരാൻ കഴിവുള്ളതായ, വൈഡൂര്യങ്ങളും മാണിക്യങ്ങളും എടുത്തുകൊണ്ട് വരാൻ കഴിവുള്ളതായ ജിന്ന് സമൂഹത്തെ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അധീനപ്പെടുത്തി നൽകിയില്ലയോ? ലോകമടക്കി വരിച്ച ചക്രവർത്തിയാണ്. ഈ ദുനിയാവിലും ആസ്വാദനമാണ്, ആഖിറത്തിൽ അദ്ദേഹത്തിന് സ്വർഗ്ഗമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. എന്തേ ഉസ്താദേ അങ്ങനെ? ഈ ദുനിയാവിൽ ആസ്വദിക്കുമ്പോഴും അല്ലാഹുവിനെ മറന്നില്ല. പടച്ച റബ്ബിന് ചെയ്യേണ്ട സാഷ്ടാംഗം ഏത് സമയത്താണോ, ഏത് സന്ദർഭത്തിലാണോ അത് കൃത്യമായി കൊടുത്ത മഹാനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. സഹാബിയത്തായ ഒരു വനിതയെ കൊണ്ടുവന്ന ഒരു സഹാബി ഖബറടക്കുകയാണ്. ഖബറടക്കിയിട്ട് തിരിച്ചു പോരുന്ന സന്ദർഭത്തിൽ ഖബറിൽ അശരീരി മുഴങ്ങുകയാണ്. അടുത്ത് ചെന്ന് നോക്കിയേ, സുബ്ഹാനല്ലാഹ്, ഖബർ തീയിട്ട് ചുടുകയാണ്, ഖബർ തീയിൽ രൂപപ്പെടുകയാണ്. ഓടി വന്നു പ്രിയപ്പെട്ട മാതാവിന്റെ ചാരത്തേക്ക് വന്നിട്ട് ഉമ്മയോട് പറയുകയാണ്, ഉമ്മ, നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഖബറിദാ തീ കൊണ്ട് ശിക്ഷിക്കപ്പെടുകയാണ്. എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോ ഉമ്മ പറയുകയാണ്, വഹിയ ദാകിറാ വഹിയ ആബിദാ. മോനെ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല, അവള് ദിക്ർ ചൊല്ലുന്നവളാണ്, ഇബാദത്ത് എടുക്കുന്നവളാണ്. അതാ സ്വഹാബി തിരിച്ചു പോകാൻ ഒരുങ്ങി. ഉമ്മ പറയുകയാണ്, ഒരു പ്രശ്നം അവൾക്കുണ്ട്. ബാങ്ക് വിളിച്ചാൽ അവൾ പറയുമത്രേ, സൗഫാ വ സൗഫാ, കുറച്ച് കഴിയട്ടെ, പിന്നീട് നിസ്കരിക്കാം, പിന്നീട് നമസ്കരിക്കാം. പുറകോട്ട് കൊണ്ടുവരും, ശ്രദ്ധിക്കൂല. എപ്പോഴും മാത്രമല്ല, ഖുർആൻ തന്നെ പറഞ്ഞില്ലേ, വതറൽ മലായികത ഹാഫീന മിൻ ഹൗലിൽ അർശ് യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. മലക്കുകൾ ആകാശത്തിന്റെ അധിപനായ പടച്ചറബിന്റെ അർശിനെ ചുമന്നുകൊണ്ടിരിക്കവേ അവർ തസ്ബീഹ് ചൊല്ലുന്നവരാണ്, തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണ്. വതറൽ മലായികത
الملائكة حافين من حول العرش يسبحون بحمد ربهم. അല്ലാഹുവിന്റെ അർശിനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന കോടാനുകോടി മലക്കുകൾ അവർ തസ്ബീഹിലാണ്, അല്ലാഹുവിനെ പുകഴ്ത്തുന്നതിലാണ്. അപ്പോൾ മനുഷ്യൻ ഒരിക്കലും ഉന്നതിയിലെത്തിയത് അവന്റെ ആരാധന കൊണ്ടല്ല, മറിച്ച് അവന്റെ ദിശനത കൊണ്ടാണ്. അവനെ ആഖിലാക്കിയാണ് അല്ലാഹു സൃഷ്ടിച്ചത്. അലം നജഅൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അവന് നാം രണ്ട് കണ്ണുകളെ നൽകിയില്ലയോ, മനോഹരമായ രണ്ട് ചുണ്ടുകളെ നൽകിയില്ലയോ, നല്ല നാവിനെ നാം സമ്മാനിച്ചില്ലയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ചോദിക്കുകയാണ്, സൂറത്തുൽ ബലദിലൂടെ ചോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കണ്ണുകളെ കുറിച്ച് ചോദിച്ചു പോയി, അവന്റെ രണ്ട് ചുണ്ടുകളെ കുറിച്ച് ചോദിച്ചു പോയി, അവന്റെ നാവിനെ കുറിച്ച് ചോദിച്ചു, എന്നാൽ അവന്റെ പല്ലുകളെ കുറിച്ച് ചോദിച്ചില്ല. هل أتى على الإنسان حين من الدهر لم يكن شيئا مذكورا إنا خلقنا الإنسان من نطفة أمشاج نبتليه فجعلناه سميعا بصيرا. മനുഷ്യനെ നാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബത്തിനോട് പറയുകയാണ്, സഹാബാ നിങ്ങൾ തവളകളെ കൊല്ലരുതേ. നഖീഹുഹാ തസ്ബീഹ്, തവളകളുടേതാകുന്ന ശബ്ദമിടൽ അത് തസ്ബീഹാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. മാമിൻ യുസബ്ബിഹു കുല്ലു ഷൈഇൻ വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി. ലോകത്തൊരു വസ്തുവുമില്ല അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലിയിട്ടല്ലാതെ എന്ന് വിശുദ്ധ ഖുർആൻ. എല്ലാ വസ്തുക്കളും അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുകയാണ്. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان. ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന താരകങ്ങളും ലോകത്ത് മുഴുവനും വൃക്ഷലതാദികളും മുഴുവനും അല്ലാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വന്നജമു വശജറു യസ്ജുദാൻ, അല്ലാഹുവിന് സുജൂദ് ചെയ്തു. തൗഫീഖ് തരട്ടെ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ലമ്മാ റഫഅ റഅസഹു മിൻ സലാത്തിഹി വജദ റക്അതൻ ഖളറാ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹം ആകാശത്തേക്കൊന്ന് തലയുയർത്തി നോക്കിയപ്പോ പച്ച നിറത്തിലുള്ള ഒരു എഴുത്ത് കാണപ്പെടുകയാണ്. ഹദിഹി ബറാഅ ഐ ബറാഅത്തും മിനൽ മലിക്കിൽ അസീസ് ഇലാ അബ്ദിഹി ഉമർ ബിൻ അബ്ദുൽ അസീസ്. ആകാശത്തിന്റെ അധിപനായ പടച്ചറബ് ആകാശത്ത് ഇങ്ങനെ എഴുതി കാണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തന്റെ കണ്ണിൽ നേർക്കാഴ്ചയായി കാണുകയാണ്. ഹദിഹി ബറാഅ, ഇത് നരകീയ മോചനമാണ്. ഐ ബറാഅത്തും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനം നൽകപ്പെടുകയാണ്, നരകത്തിൽ നിന്നുള്ള മോചന പത്രം നൽകപ്പെടുകയാണ്. മിനൽ മലിക്കിൽ അസീസ്, പ്രതാപശാലിയായ അധികാരിയായ പടച്ചറപ്പിൽ നിന്നുള്ള മോചനമാണ്. ആർക്ക് നൽകുന്ന മോചനം? ഇലാ അബ്ദിഹി ഉമർ ബിൻ അബ്ദുൽ അസീസ്, തന്റെ അടിമയായ ഉമർ ബിൻ അബ്ദുൽ അസീസിന് നൽകുന്ന മോചന പത്രമാണ്, മോചന പത്രമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായ ഖംസു ലയാലിൻ ലാ യുറദ്ദു ഫീഹാ ദുആഉൻ, 5 രാത്രികളുണ്ട് സഹാബാ. ഒരു ദുആവും അന്നത്തെ രാത്രിയിൽ ദുആ ചെയ്താൽ ഇജാബത്തില്ലാതിരിക്കൂല, ഉത്തരം കിട്ടുമേ, ഉത്തരം കിട്ടുമേ. എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന രാവ് എന്ന പ്രവാചകനെ പഠിപ്പിച്ച അന്ത്യരാത്രിയിൽ മർമ്മപ്രധാനമായ ഉലമാക്കൾ പറയുന്ന രാവാണ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15ന്റെ രാവ് ഇജാബത്താണ്, ഇജാബത്താണ്.
ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ അഥവാ പിണക്കത്തിലേക്ക് വഴിവെക്കുന്ന കാര്യങ്ങൾ ഒഴികെ നീ എന്ത് ഖൈറായ കാര്യം ചോദിച്ചാലും ഇജാബത്താണ്, ഇജാബത്താണ്. സമൂഹത്തിൽ ഭിദ്രത ഉണ്ടാക്കുന്ന, ഛിദ്രത ഉണ്ടാക്കുന്ന, ഭിന്നത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴികെ